അഗ്നിദേവനും കുഞ്ഞുങ്ങളും. പക്ഷികളും മൃഗങ്ങളും ഒരുമയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു വലിയ വനമുണ്ടായിരുന്നു. പൂക്കളും പഴങ്ങളും കുലകുലയായി തൂങ്ങിയാടുന്ന ആ വനപ്രദേശത്തിൻ്റെ പേര് ഖാണ്ഡവം എന്നായിരുന്നു. ഖാണ്ഡവ വനത്തിൻ്റെ നടുവിലുള്ള ഒരു അത്തിമരക്കൊമ്പത്ത് ജരിത എന്നു പേരുള്ള ഒരു പെൺകിളി കൂടുകെട്ടി പാർത്തിരുന്നു. ആറ്റുനോറ്റ് കാത്തിരുന്ന് ജരിത തൻ്റെ കൂട്ടിനകത്ത് 4 മണിമുട്ടകളിട്ടു. അവൾക്ക് സന്തോഷമായി. ജരിത മുട്ടകൾക്ക് മീതെ അടയിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുട്ടകൾ വിരിഞ്ഞ് 4 കുഞ്ഞിക്കിളികൾ പുറത്തു വന്നു. ഹായ്, ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ വളർത്തും, ജരിത തന്നെത്താൻ പറഞ്ഞു. കാട്ടുപഴങ്ങൾ കൊത്തിക്കൊണ്ടുവന്നു കൊടുത്തും കാട്ടുപൂക്കളിലെ തേൻ നുകർന്നു കൊടുത്തും ജരിത തൻ്റെ പൊന്നോമന മക്കളെ പോറ്റി വളർത്താൻ തുടങ്ങി. ജരിതയുടെ കുഞ്ഞിക്കൂട്ടിനുള്ളിൽ ആട്ടവും പാട്ടും കിളിക്കൊഞ്ചലും നിറഞ്ഞു. പക്ഷെ എന്തു ചെയ്യാം, പെട്ടെന്ന് ഒരു ദിവസം ഖാണ്ഡവ വനത്തിന് തീ പിടിച്ചു. വലിയ മൂളക്കത്തോടെ കാട്ടിലെങ്ങും തീ പടർന്നു. അതുകണ്ട് ഭയന്നുപോയ പക്ഷിമൃഗാദികൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് കുതിച്ചു പായാൻ തുടങ്ങി. അയ്യോ, ഞാൻ എൻ്റെ പൊന്നുമക്കളെ എങ്ങനെ രക്ഷിക്കും? പാവം ജരിത ഉച്ചത്തിൽ വിലപിച്ചു. അമ്മയുടെ സങ്കടം കണ്ട് കുഞ്ഞുമക്കളും വല്ലാതെ അമ്പരന്നു. അവർ പറഞ്ഞു, അമ്മേ, അമ്മ ഞങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ട, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ, ഞങ്ങൾ കൂട്ടിൽ തന്നെ ഇരുന്നു കൊള്ളാം. അപ്പോഴാണ് അമ്മയ്ക്കൊരു ബുദ്ധി തോന്നിയത്. അവൾ പറഞ്ഞു, മക്കളെ, ഈ മരത്തിൻ്റെ ചോട്ടിൽ ഒരു എലിയമ്മാവൻ്റെ മാളമുണ്ട്, ഞാൻ നിങ്ങളെ അതിനകത്ത് കൊണ്ടുപോയി ഇരുത്താം. അത് വേണ്ടമ്മേ, എലിയമ്മാവൻ ഞങ്ങളെ പിടിച്ചു വിഴുങ്ങും, അതിനേക്കാൾ ഭേദം ഈ കാട്ടുതീയിൽ വെന്തു മരിക്കുന്നതാണ്, മക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും കാട്ടുതീ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. അമ്മേ, വേഗം രക്ഷപ്പെടൂ, അമ്മ മരിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവില്ല, മക്കൾ ആർത്തു കരഞ്ഞു. നിസ്സഹായായ ജരിത മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് പറന്നകന്നു. സർവ്വതും ചുട്ടരിച്ചുകൊണ്ട് കാട്ടുതീ കിളിക്കൂടിൻ്റെ അരികിലെത്തി. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ദയാലുവായ അഗ്നിദേവ, ഞങ്ങൾ ചിറകുപോലും മുളയ്ക്കാത്ത കിളുന്തു കുഞ്ഞുങ്ങളാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അച്ഛനോ അമ്മയോ കൂടെയില്ല. ചിറകില്ലാത്ത ഞങ്ങൾക്ക് തനിയെ പറന്നുപോയി രക്ഷപ്പെടാനും കഴിയില്ല. പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. കിളിക്കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ അടർന്നു വീഴുന്നത് അഗ്നിദേവൻ കണ്ടു. അതോടെ ദേവന്റെ മനസ്സലിഞ്ഞു. കിളിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാതെ ദേവൻ അവിടെ നിന്ന് കടന്നുപോയി. അല്പസമയത്തിനുള്ളിൽ അമ്മക്കിളി അവിടേക്ക് പറന്നെത്തി. തൻ്റെ പൊന്നുമക്കൾ ജീവനോടെ കൂട്ടിലിരിക്കുന്നത് കണ്ട് അമ്മയ്ക്ക് അത്ഭുതവും ആനന്ദവും ഉണ്ടായി. എൻ്റെ മക്കളോട് അഗ്നിദേവൻ അനുകമ്പ കാണിച്ചു, ദേവന് നന്മ വരട്ടെ. ജരിത ചിറകുകൾ കൂട്ടിപ്പിടിച്ച് അഗ്നിദേവന് നന്ദി പറഞ്ഞു. പിന്നെ വളരെ കാലം ആ അമ്മയും കുഞ്ഞുങ്ങളും ഖാണ്ഡവ വനത്തിൽ സുഖമായി ജീവിച്ചു.